നമസ്കാരം. മലയാളികളേറെ ആവേശത്തോടെ നെഞ്ചിലേറ്റിയ ഒരു സിനിമയായിരുന്നു എന്നാ താൻ കേസുകൂടെ എന്നത്. ഒരു റോഡിലെ കുഴിയുമായി ബന്ധപ്പെട്ട സിനിമ. ആ സിനിമയ്ക്ക് സമാനമായ ഒരു സംഭവം ഈ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. വേണ്ടതുപോലെ അത് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ അതേക്കുറിച്ച് ഇങ്ങനെയൊരു വീഡിയോ ഇറക്കുന്നത്. എറണാകുളത്തെ കൺസ്യൂമർ കോടതി, കൃത്യമായി പറഞ്ഞാൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ, അതിനിർണായകമായ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ വിധി നമ്മൾ സാധാരണക്കാരെ ഗൗരവമായി ഗുണകരമായി ബാധിക്കുന്ന ഒന്നാണ്. റോഡിൽ കുഴിയുണ്ടായാൽ ആ കുഴിയിൽ വീണ് പരിക്കേറ്റാൽ നമുക്ക് നഷ്ടപരിഹാരം പോലും കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വരാവുന്ന തരത്തിലുള്ള ഒരു നിർണായകമായ വിധിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിധി ചർച്ചയാവേണ്ടതുണ്ട്. റോഡുകളിലെ കുഴിയിൽ വീണ് അപകടമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകാൻ ആർക്കെങ്കിലും ബാധ്യതയുണ്ടോ? സർക്കാരോ അല്ലെങ്കിൽ കരാറുകാരനോ അത് ചെയ്യേണ്ടതല്ലേ? ഈ ചോദ്യം കുറച്ചു കാലമായി പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഫീസല്ല, ഇത് ടാക്സ് ആണ്. ടാക്സ് എന്ന് പറയുന്നത് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൻ്റെ ഭാഗമാണ്. ടാക്സിനെ ഒരു ബെനഫിറ്റിൻ്റെ ടൂളായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു കോടതികളുടേത്. അതേസമയം ഒരു ടോൾ പ്ലാസയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ടോൾ പ്ലാസക്കാർ നഷ്ടപരിഹാരം നൽകണം. അത് ടാക്സ് അല്ല, ഫീസാണ്. നമ്മൾ പണം കൊടുത്ത് ഉപയോഗിക്കുന്ന സേവനമാണ്. അത്തരത്തിലൊരു തർക്കം നിയമപരമായി നിലനിൽക്കുമ്പോഴാണ് കൊച്ചിയിലെ കൺസ്യൂമർ കോടതി നിർണായകമായി വിധി പ്രഖ്യാപിച്ചത്. കോടതിയുടെ വിധി അന്തിമമല്ല. 2021 മാർച്ച് മാസം 3 മൂവാറ്റുപുഴ തൊടുപുഴ റോഡിലെ വാഴക്കുളത്ത് സെന്റ് ജോർജ് പള്ളിക്ക് സമീപം ഷിജി എന്ന സ്കൂട്ടർ യാത്രക്കാരി ഒരു കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നു. ഷിജിയുടെ കൈകാലുകൾ ഒടിഞ്ഞു. സെന്റ് മേരീസ് ആശുപത്രിയിൽ ഓപ്പറേഷന് വിധേയയാക്കി. വീണ്ടും 1 വർഷത്തിന് ശേഷം മറ്റൊരു ഓപ്പറേഷന് കൂടി വിധേയയായി. അങ്ങനെ ഷിജിക്ക് ഒരുപാട് നഷ്ടമുണ്ടായി. ഈ നഷ്ടവും നഷ്ടപരിഹാരവും അടക്കം 8.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം എന്നാവശ്യപ്പെട്ടാണ് ഷിജി ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിക്കുന്നത്. PWD എഞ്ചിനീയർമാരും കരാറുകാരനുമൊക്കെയായിരുന്നു പ്രതിക്കൂട്ടിൽ. പൊതുമരാമത്ത് വകുപ്പ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു, ഞങ്ങൾക്കല്ല ഉത്തരവാദിത്തം, ഇത് കരാറുകാരനാണ്. കരാറുകാരൻ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയാൽ നിശ്ചിത കാലയളവിൽ മെയിൻ്റനൻസ് ചെയ്യേണ്ടതുണ്ട്. ഈ കരാർ കാലയളവിനുള്ളിലാണ് ഈ അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ കരാറുകാരന് ഉത്തരവാദിത്തമുണ്ട് എന്ന നിലപാട് സർക്കാർ എടുത്തു. കരാറുകാരനാവട്ടെ കേസ് പരിഗണിക്കാൻ പാടില്ല, നിയമപരമല്ല എന്ന് പറഞ്ഞൊരു ഉപഹർജി കൊടുക്കുന്നു. ഈ കേസ് തള്ളിക്കളയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപഹർജിയാണ്. ആ ഉപഹർജിയിലാണ് കഴിഞ്ഞ ദിവസം തീരുമാനമുണ്ടായത്. ആ തീരുമാനമനുസരിച്ച് കേസ് നിലനിൽക്കും, കേസുമായി മുമ്പോട്ട് പോകാമെന്നാണ് തീരുമാനം. നഷ്ടപരിഹാര വിധി വന്നിട്ടില്ല. പക്ഷേ നഷ്ടപരിഹാരത്തിന് കരാറുകാരന് ബാധ്യതയുണ്ട് എന്ന തരത്തിൽ കോടതി നിഗമനത്തിലെത്തി. കരാറുകാരൻ്റെ പരാതി തള്ളിക്കളഞ്ഞു. ഇതൊരു സാങ്കേതികമായ പ്രശ്നമാണ്. ഇത് റോഡ് ടാക്സിനപ്പുറത്തേക്ക് മെയിൻ്റനൻസ് കരാറ് നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും കരാറുകാരന് ബാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള കണ്ടെത്തൽ പലപ്പോഴും കുഴിയിൽ വീണ് കുഴപ്പത്തിലാകുന്നവരെ സംരക്ഷിക്കാൻ ഉപകരിച്ചെന്ന് വരാം. അതീവ ഗൗരവത്തോടുകൂടി കോടതി ചില പരാമർശങ്ങൾ നടത്തി. നമുക്കറിയാം, ഈ ഉപഭോക്തൃ കോടതിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശക്തനായ വിവരാവകാശ പ്രവർത്തകനായ DB ബിനുവാണ്. വിവരാവകാശത്തിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തി പൊതുസമൂഹത്തിന് വേണ്ടി ശക്തമായി ഇടപെടൽ നടത്തുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് ഇതിൻ്റെ പ്രസിഡന്റ് ആയത്. അതുകൊണ്ട് തന്നെ എറണാകുളം ഉപഭോക്തൃ കോടതിയിലെ വിധികൾ മിക്കതും തന്നെ ജനത്തെ പിന്തുണയ്ക്കുന്നതും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് പ്രതീക്ഷയോടെ ഈ വിധിയെ വിലയിരുത്തേണ്ടത്. ഇതിന് അപ്പീൽ കൊടുക്കാം സ്റ്റേറ്റ് കമ്മീഷനിൽ, അവിടെ നിന്നും നാഷണൽ കമ്മീഷനിൽ പോകാം, അതിനുശേഷം സുപ്രീം കോടതിയിലെ പോകാൻ കഴിയൂ. പക്ഷെ അതിനൊക്കെ സമയമെടുക്കും. എന്നാൽ അതിനു മുൻപ് കേസുമായി മുമ്പോട്ട് പോവുകയും റോഡിലെ കുഴിയിൽ വീണവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു പ്രീസിഡന്റ് ഉണ്ടാവുകയും ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. കമ്മീഷൻ വളരെ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തി. റോഡിന്റെ നിർമ്മാണത്തിനും പരിപാലനത്തിനും പ്രത്യേകമായ റോഡ് സെസ് ഉൾപ്പെടെ പണം നൽകുന്ന ഉപഭോക്താവിന് നിലവാരമുള്ള റോഡിൽ സഞ്ചരിക്കാൻ അവകാശമുണ്ടാകണം. ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ലക്ഷ്യം. സർക്കാർ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളും അതിൽപ്പെടും. സേവനം നൽകുന്നത് ആരാണെങ്കിലും അതിൻ്റെ സ്വഭാവവും ന്യൂനതയുമാണ് പരിശോധിക്കേണ്ടത്. പൊതു അധികാരികളുടെ സേവനത്തിലെ പോരായ്മ മൂലം ഉപഭോക്താക്കൾക്ക് നഷ്ടമുണ്ടായാൽ അതിനും പരിഹാരമുണ്ടാവണം. പൊതുനിരത്ത് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കാണ് റോഡ് സെസ് ഉൾപ്പെടെ സർക്കാർ നികുതി ചുമത്തുന്നത്.
ഇത് റോഡ് നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും കൂടിയാണ്. ജോർജ് വെള്ളാമറ്റം എന്ന കോൺട്രാക്ടറുടെ ഉപഹർജി തള്ളിക്കൊണ്ട് ബഹുമാനപ്പെട്ട കമ്മീഷൻ നടത്തിയ നിരീക്ഷണങ്ങളും വിധിയും കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഷിജി എന്ന പോരാട്ട നായികയെ അഭിനന്ദിക്കേണ്ടതുമാണ്. ടോളായും ടാക്സായും ഒക്കെ നമ്മളെ ഈ സംവിധാനങ്ങളെല്ലാം കുത്തിപ്പിഴിഞ്ഞെടുക്കുമ്പോൾ മിനിമം സേവനം നൽകേണ്ട ബാധ്യത അവർക്കുണ്ട്. അത് നിറവേറ്റാതിരിക്കുന്നിടത്ത് ചോദ്യം ചെയ്യാൻ ആളുകൾ മുമ്പോട്ട് വരികയും അത് കേൾക്കാൻ ഇത്തരം കമ്മീഷനുകൾ തയ്യാറാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ വരും. എന്തായാലും ഈ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതിക്ക് പ്രസിഡന്റ് ബിനു മാത്രമല്ല, വൈക്കം രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ വിധി പ്രഖ്യാപിച്ചത്. ഇവർ അഭിനന്ദനം അർഹിക്കുന്നു. പോരാട്ടം നടത്തിയ ഷിജിയും അഭിനന്ദനം അർഹിക്കുന്നു. ഇത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.